മാർക്കോ ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈം മുതൽ ഏറ്റവും ഒടുവിൽ സിനിമ റിലീസിന് തൊട്ട് മുന്നേ വരെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോരക്കളമായിരിക്കുമെന്നുള്ളതാണ്. സാധാരണയായി ഈ റിലീസിന് മുന്നേ തരുന്ന ഹൈപ്പുകൾ സിനിമ വരുന്നതിന് ശേഷം അതുണ്ടാവാറില്ല. പക്ഷെ അക്ഷരം പ്രതി ഈ സിനിമ അത് പാലിച്ചിരിക്കുകയാണ്. ചോരക്കളം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ഷോട്ട് മുതൽ ഏറ്റവും അവസാനം എൻഡ് ചെയ്യുന്നത് വരെ ഒരു ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയാൻ പറ്റും. ചോരയൊക്കെ തെറിക്കുകയാണ്. അപ്പോൾ അത്രയും വയലൻ്റായ അത്രയും ബ്രൂട്ടലായ ഒരു സിനിമ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച കില്ലുമായിട്ട് ഉണ്ടോ, കില്ലിൻ്റെ അത്രയും ഉണ്ടോ, കില്ലിനോടെ ഉള്ളോ, ഇതൊക്കെ ചർച്ചകൾ. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിൽ എന്ന ചിത്രം റിലീസ് ആയതിനു ശേഷം എന്തോരം ട്രെൻഡിങ് ആയിരുന്നു അത്. കാരണം അത്രയും വയലൻ്റായ അത്രയും ബ്രൂട്ടലായ ഒരു ആക്ഷൻ പടം ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ള കില്ലിനോളം മാർക്കോയും നമുക്ക് വെക്കാം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെയധികം സന്തോഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനൊരു സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ്. മോളിവുഡിനെടുത്ത് സൂചിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വയലൻ്റായ ഒരു ബ്രൂട്ടൽ ആക്ഷൻ ത്രില്ലർ ഫിലിമായി ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മാർക്കോ എന്ന ചിത്രം മാറുകയാണ്. ഈ മാർക്കോ തന്നെ ഈ സിനിമയിൽ ആദ്യം തന്നെ എടുത്ത് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സിനിമയിൽ എടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മിഖായൽ എന്ന സിനിമയാണ്, അതിൽ മാർക്കോ എന്ന ക്യാരക്ടറാണ്. പക്ഷേ ആ മാർക്കോയുമായിട്ട് ട്രേസസ് ഒന്നുമില്ല തന്നെ, ഈവൻ ലുക്സിൽ പോലും ആ ട്രേസസ് ഇല്ല. പക്ഷേ ഈ സിനിമയിൽ അതിഗംഭീരമായ കഥ, വലിയ പ്ലോട്ട് ട്വിസ്റ്റുകൾ, സംഭവങ്ങൾ എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ഒരു വയലൻ്റ് ആക്ഷൻ ബ്രൂട്ടൽ സിനിമയായിരിക്കും എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് മാത്രം വിശ്വസിച്ച് പോകുന്ന പല പ്രേക്ഷകരും ഉണ്ടാകും. ആ പ്രേക്ഷകർക്ക് 110% നീതി പുലർത്തുന്ന രീതിയിൽ ഈ സിനിമ മാറുന്നുണ്ട്. ഇഷ്ടം പോലെ. കാരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതുപോലെ ബ്രൂട്ടൽ സീൻസ് ഒരു 2-3 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേരിനൊരു 4-5 കാണുമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഉടനീളം അവരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ മെയിൻറ്റെയിനിങ് ഫാക്ടർ വെറുതെ ഓരോ സീൻസ് ജനിപ്പിക്കാതെ ആ സിനിമയുടെ കഥാനുസരണം തന്നെ ആ സിനിമയെ ആളുകൾക്ക് പിടിച്ചിരുത്തുന്ന തരത്തിൽ തന്നെ അത് പ്ലേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനകത്തൊരു ഭീതി, ഒരു ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് ഓഡിയൻസിലേക്ക് കൊണ്ടുവരുന്നു, അതിൽ കയ്യടികൾ നേടുന്നു, അതിൽ അഡ്രിനാലിൻ റഷ് കിട്ടുന്നു. ഇതൊക്കെ തന്നെയാണ് തിയേറ്ററിൽ കാണാൻ പോയ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. അതവർക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ. ഉണ്ണി മുകുന്ദൻ സ്റ്റൈല്, സ്വാഗ്, പുള്ളിയുടെ സംഭാഷണ രീതിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഡയലോഗ് ഡെലിവറിയിലുള്ളൊരു ചെറിയ അപാകത പോയി എന്നുള്ളത് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് മോഡുലേഷൻ്റെ ശരിയാവാത്തതാണ്. പക്ഷേ ആ ഒരു മാസ് രീതിയിൽ ആ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നൊരു സംഭവത്തിനകത്ത് ചില അപാകതകൾ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ ആ പഞ്ച് ലഭിക്കാത്തതുപോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദന് വലിയ മാസ് ഡയലോഗ്സ് ഇതിനകത്ത് ഇല്ല. കൂടുതൽ ആക്ഷനാണ്, ഏറ്റവും കൂടുതൽ ആക്ഷനാണ്. ക്ലൈമാക്സിൽ അങ്ങനെ ഡയലോഗ്സ് ഇല്ല. അങ്ങനെ ഒരു തലത്തിലും അങ്ങനെ ഡയലോഗ് പരമായിട്ടുള്ള ഒരു ആക്ഷൻ മോഡ് സിനിമയല്ല ഇത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, കുത്തെന്ന് പറഞ്ഞാൽ കുത്ത്, അങ്ങനെ കുത്തി ഇറക്കി ചോരയൊക്കെ തെറിപ്പിക്കുന്ന അത്രയും ബ്രൂട്ടലാണ്. ഞാനത് ഇങ്ങനെ പറയുമ്പോൾ പോലും ഓരോ സീക്വൻസുകളായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ബ്രൂട്ടലായിട്ട്. കാരണം ഞാനിരുന്ന സീറ്റിൻ്റെ അതേ റോയിൽ ഒരാൾ ഛർദ്ദിച്ചു. അങ്ങനെ അത്രയും ബ്രൂട്ടലായിപ്പോയി. പിന്നീട് ഞാൻ സിനിമ കണ്ടത് സിനിമ ഹാളിലെ ഡോറിൻ്റെ അവിടെ നിന്നാണ്. കാരണം അത് അത്രയും സ്പ്രെഡായി, അത്രയും ബോറായിരുന്നു. കാരണം ഞാൻ പറയുന്നത് അത്രയും ബ്രൂട്ടലാണ് ഈ സിനിമ എന്നുള്ളതാണ്. A സർട്ടിഫിക്കറ്റ് സിനിമ തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 18+ മേലുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ പോകണം എന്നുള്ളതും കൂടി അവർ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം മറ്റ് തിയേറ്ററുകളിലൊക്കെ പോയി സംഭവിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ 18+ ആണ് സിനിമ. ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയ സമയത്തും ആളുകൾ പറഞ്ഞ ഇതേ കാര്യമാണ്. അത്രയ്ക്ക് വയലൻസ് ആണ്, വരുന്നവരൊക്കെ സൂക്ഷിച്ചാണ്, കുട്ടികളെ ഒന്നും കൊണ്ട് വരരുത്, പ്രത്യേകിച്ച് 15, 16 അല്ലെങ്കിൽ 12 ഏത് രീതിയിലാണെങ്കിൽ പോലും കൊണ്ട് വരരുതെന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണയായി അങ്ങനെ വരാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇങ്ങനെ കൊണ്ട് വരരുതെന്നുള്ള ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്, അവരാ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ. അതിനകത്ത് ആദ്യം കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണി മുകുന്ദനുണ്ട്. പക്ഷേ ജഗദീഷ് എന്ന വില്ലൻ ഇത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന, ഇത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സീക്വൻസുകൾ അദ്ദേഹത്തിൻ്റെ തോളിലൂടെ പോകുന്നത് എല്ലാം ജഗദീഷ് എന്ന നടൻ്റെ ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. എന്ത് സാധനമാണെന്നറിയോ? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഷറഫുദ്ദീൻ തന്നെ എടുത്ത് സൂചിപ്പിച്ചത്, ഇതുപോലൊരു നടൻ ചെയ്യുമോ എന്നുള്ള സമയത്ത്. ആ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതൊരു ഗംഭീര സീനായിരുന്നു എന്നുള്ളത്. അത് ജഗദീഷ് ഏട്ടൻ ഡെലിവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ, ഒരു കിക്ക്, അത് ഈ സിനിമയിലും
ഉടനീളം ജഗദീഷ് പെർഫോം ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ആസ് ഹോൾ നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയുള്ള കാസ്റ്റൊക്കെ തന്നെ പുതുമുഖങ്ങളാണ്, അവരെല്ലാവരും തന്നെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് വരുന്നവരായിരിക്കട്ടെ, നമുക്ക് ദേഷ്യം തോന്നും ആ വില്ലനോട്, എന്താണ് ഈ കാണിക്കുന്നത്, കൈ കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്ന തരത്തിലുള്ള ഒരു വില്ലനാണ്. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യുന്നൊരു സ്ക്രീൻ പ്ലേ ഒരുക്കി തന്ന പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഹനീഫ് അദേനി, ഡയറക്ടർ ആൻഡ് റൈറ്റർ. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമ, അദ്ദേഹത്തിൻ്റെ മുന്നത്തെ സിനിമയായ രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ എന്ന ഹ്യൂമർ ചിത്രം വലിയ രീതിയിൽ വിജയമാവാതെ പോയപ്പോൾ ഹനീഫ് അദേനി ഡൗൺ ആയോ, ഹനീഫ് അദേനി ഇനി തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വന്നിട്ടേനെന്ന് ഹനീഫ് അദേനി എന്ന സ്റ്റൈലിഷ് ഡയറക്ടർ പറയുകയാണ്. അപ്പോൾ ദ ഗ്രേറ്റ് ഫാദർക്ക് നമുക്കിപ്പോഴും മമ്മൂട്ടിയുടെ സ്വാഗൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ സംഭാവന ചെയ്ത ഹനീഫ് അദേനി ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് മാർക്കോ എന്ന ചിത്രത്തിലൂടെ. ആൻഡ് എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു പേര് രവി ബസ്രൂർ. രവി ബസ്രൂർ എന്നെ പണി വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു, എന്തോ നായിരുന്നു ആ ഫീൽ എന്നുള്ളതാണ്. ബീജം നമുക്കങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്ന സമയത്ത് ഈ ആണായി പിറന്നവനെ ദൈവം ബാധി സാത്തന എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് യൂട്യൂബിൽ തന്നെ വളരെയധികം ട്രെൻഡിങ് ആണ്. ആ പാട്ട് കാണിക്കുന്നത് തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു റഷുണ്ട്. ആ തിയേറ്ററിൽ ഇത്രയും സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് അത് കേട്ട് തുടങ്ങി, പിന്നെ അത് ആ കിക്കുണ്ട്, അതിനുശേഷമുള്ള BGMs, ഇത് ആ സീൻസിനെ എലിവേറ്റ് ചെയ്യാൻ ആ BGMs യൂസ് ചെയ്യുന്ന രീതി എല്ലാം കൊണ്ടും രവി ബസ്രൂർ ഹാസ് റോക്ക്ഡ് ഇറ്റ്. ഇപ്പോൾ KGF പോലത്തെ ഒരു സിനിമ അദ്ദേഹത്തിന് കൊണ്ടുവരുമ്പോൾ പോലും KGF നിന്ന് കിട്ടുന്ന അപ്രീഷിയേഷൻസ് എത്രമാത്രമാണെന്ന് അറിയാം. പക്ഷെ അത് ഡെലിവർ ചെയ്യുക, വീണ്ടും വീണ്ടും ഡെലിവർ ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നിസ്സാര പരിപാടിയല്ല. ആൻഡ് പുള്ളി അത് റോക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ആൻഡ് ചന്ദ്രു സെൽവരാജ്, ഷമീർ മുഹമ്മദ്, ഈ രണ്ടുപേരും. ചന്ദ്രു സെൽവരാജിൻ്റെ സിനിമാറ്റോഗ്രഫി, ഇത് നമ്മൾ ഈ ചോര കാണിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ ഈ കാണിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഒന്ന് തോന്നും, നമുക്ക് ആ ഒരു ചിലപ്പോൾ ഒരു അറപ്പ് തോന്നും, ചിലപ്പോൾ കൈയടിക്കാൻ തോന്നും, ചിലപ്പോൾ അതിൻ്റെ വയലൻസിൻ്റെ പീക്ക് കണ്ടിട്ട് നമുക്ക് അതെങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നതെന്ന് തോന്നും. ആൻഡ് ഹീ ഡിസേർവ്സ് എ വലിയൊരു അപ്ലോസ് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഷമീർ മുഹമ്മദ് കട്ട്സ് എന്നൊക്കെ പറയാൻ പക്കയാണ്, അങ്ങ് നീട്ടലും ഇല്ല, കുറച്ചിലും ഇല്ല, എലിച്ചിലും ഇല്ല, ഒന്നുമില്ല, പക്ക കട്ട്സാണ്. അങ്ങനെ ഈ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ടാണ് മാർക്കോ എന്ന ചിത്രം. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കഥാപരമായോ അല്ലെങ്കിൽ ഇത് സ്റ്റോറി പരമായി വളരെയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളൊരു സിനിമയൊന്നുമില്ല. ഇതൊരു പക്ക റിവെഞ്ച് സ്റ്റോറിയാണ്. ആ ഒരു റിവെഞ്ച് സ്റ്റോറിയിൽ നിന്നും ഈ സ്റ്റോറിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ച്, സ്റ്റോറിയിൽ ഒരുപാട് ന്യൂആൻസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശയായിരിക്കും. അല്ല, സിനിമയുടെ അണിയർ പ്രവർത്തകർ പറയുന്നത് പോലെ ഇതൊരു വയലൻറ്റ് ബ്രൂട്ടൽ സിനിമയായിട്ടായിരിക്കും വരുന്നത് എന്നുള്ള വൺ ലൈൻ ടാഗിൽ നിങ്ങളൊരു വയലൻറ്റ് ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെ ഒരു ജോണർ ഫാൻ ആണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ് മാർക്കോ. മലയാളത്തിൽ ഇതുപോലുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ മുതലേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ്. KGF ഒക്കെ റിലീസായതിനു ശേഷവും പിന്നെ കില്ലൊക്കെ വന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ തോത് കൂടി. പക്ഷെ അതിനൊരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നുള്ള രീതിയിൽ മാർക്കോ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ മാർക്കോയിൽ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അത് അവസാനം ഒരു കാണിക്കുന്നുണ്ട്. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്വിസ്റ്റുകളൊന്നും വിചാരിക്കും. ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഫേക്കാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങനത്തെ അഭ്യൂഹങ്ങളൊന്നും കൊണ്ട് ചെല്ലാതിരിക്കുക. കാരണം ഓവർ ദ ടോപ്പൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിരാശരാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ബേസിസിൽ മാത്രം. പക്ഷേ വയലൻറ്റിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര നിരാശ ഉണ്ടാക്കും എന്നുള്ളത്. സോ ആ ജോണറിനോട് നീതി പുലർത്തിക്കൊണ്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്.